അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തർബിയ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അൽഹംദുലില്ലാഹ്, തർബിയ മീഡിയ നിങ്ങൾക്ക് ഒരുപാട് നല്ല അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തി നാം ചെയ്യുന്ന ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അത് ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിക്കുന്ന ഇൽമ ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്നത്തെ ദിവസം നാം ചർച്ച ചെയ്യുന്നത്, നാം എല്ലാവരും മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്തതാണ് ഫർള് നമസ്കാരം എന്ന് നമുക്കറിയാം. ഇസ്ലാം കാര്യങ്ങളിൽ നാം വളരെ പ്രധാനമായിട്ടും നാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫർള് നമസ്കാരങ്ങൾ. എന്നാൽ ആ ഫർള് നമസ്കാരങ്ങളിൽ എത്ര അപാകതകളും പോരായ്മകളാണ് നമുക്ക് വന്നു പോകുന്നത്. ആ പോരായ്മകളെയും അപാകതകളെയും പരിഹരിക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത്. ഒരുപാട് ഹദീസ് അതുമായി നമുക്ക് കാണാൻ സാധിക്കും. സഹവിന്റെ സുജൂദ് നമുക്കറിയാം. നമസ്കാരത്തിൽ നാം എന്തെങ്കിലും മറന്നുപോയാലോ അല്ലെങ്കിൽ വ്യത്യാസം വരുത്തുകയോ എന്തെങ്കിലും നമ്മൾ കുറക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്താൽ സഹവിന്റെ സുജൂദ് ചെയ്തുകൊണ്ട് നമുക്കത് പരിഹരിക്കാൻ പറ്റും. എന്നാൽ അതുപോലെയാണ് ഫർളിലെ പോരായ്മകൾ സഹവിന്റെ സുജൂദ് നിസ്കാരത്തിൽ പോരായ്മകൾ വരുമ്പോൾ പരിഹരിക്കുന്നത് പോലെ ഫർളിൽ വരുന്ന പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടിയാണ് സുന്നത്ത് ആയ നിസ്കാരങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ആ സുന്നത്ത് നിസ്കാരങ്ങൾ നല്ല ഗൗരവത്തിൽ നമ്മൾ ഏറ്റെടുക്കണം. ഫർളെന്തായാലും നിർബന്ധമായിട്ട് നാം ചെയ്യേണ്ട ഒരു വിഷയമാണ്. നമുക്ക് പ്രത്യേകമായിട്ട് പദവികൾ ലഭിക്കാൻ നമുക്കറിയാം. നമ്മുടെ മുമ്പിലുള്ള ആലിമീങ്ങളും പണ്ഡിതന്മാരും സയ്യിദന്മാരും അതുപോലെ ഔലിയാക്കളുടെ മർത്തബയിലെത്തിയ വലിയ മഹത്തുക്കളൊക്കെ കാണാം. നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കളിലേക്ക് തന്നെ നാം കണ്ണോടിച്ചാൽ അവരൊക്കെ ഒരു നിസ്കാരം, സുന്നത്ത് നിസ്കാരം പോലും ഒഴിവാക്കുകയില്ല എന്ന് മാത്രമില്ല, 11 റക്അത്തുള്ള വിത്ർ അത് 11 തന്നെ നിസ്കരിക്കും. 8 റക്അത്തുള്ള ദുഹ അത് 8 റക്അത്ത് തന്നെ നിസ്കരിക്കും. അങ്ങനെ എത്ര തഹജ്ജുദൊക്കെ ഈ നൂറുകണക്കിന് റക്അത്തുകൾ അവർ പാതിരാത്രി സമയത്ത് നിസ്കരിക്കുന്നത് കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് കുറവാണ്, അറിവ് കുറവാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ളതായ ഇബാദത്തുകൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത് പോലും നമ്മൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതുപോലെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിത്യമായി നാം കുറഞ്ഞതാണോ ചെയ്യുന്നതെങ്കിലും ആ കുറഞ്ഞത് നിത്യമായി കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അത് ഹബീബായ നബി തങ്ങൾക്കും അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അമലുകൾ നിത്യമാക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോ കുറച്ചാണെങ്കിലും നമ്മൾ ഈ സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചു വെക്കുകയും ആ നിസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുകയും വേണം. ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ വീഡിയോയിൽ ചുരുക്കിക്കൊണ്ട് ഞാൻ അതിൻ്റെ മഹത്വങ്ങളും കാര്യങ്ങളൊക്കെ പറയാനിരുന്നത് നമുക്ക് ഒരുപാട് ക്ലാസ്സുകളിലൂടെ അത് വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാലും ഞാൻ കുറച്ചായിട്ട് എല്ലാ നിസ്കാരങ്ങളിലൂടെയും ഓടിച്ചു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ധാരാളം മഹത്വങ്ങളുണ്ട്. അന്ത്യനാളിൽ നമുക്കറിയാം, അടിമകളെ അല്ലാഹുവിന്റെ അടിമകൾ ആദ്യമായി കർമ്മങ്ങളിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന നിസ്കാരത്തെ കുറിച്ചാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പരിപൂർണമായ നിസ്കാരമുള്ളവർക്കത് പരിപൂർണമായി രേഖപ്പെടുത്തുകയും അതേ സ്ഥാനത്ത് നിസ്കാരങ്ങൾ അപൂർണമായി പരിപൂർണമാവാതെ ഇരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമത്രേ, ഈ അടിമക്ക് സുന്നത്ത് നിസ്കാരങ്ങളുണ്ടോ? ആ സുന്നത്ത് നിസ്കാരങ്ങളുണ്ടെങ്കിൽ ഫർളിൽ വരുന്ന പോരായ്മകൾ ആ സുന്നത്ത് നിസ്കാരങ്ങളെ കൊണ്ട് പരിഹരിച്ചുകൊണ്ട് അത് പൂർണ്ണമാക്കുക. സക്കാത്തിനെ കുറിച്ച് ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്, മറ്റു കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഓരോ സുന്നത്തുകളും ഓരോ അമലുകൾ ചെയ്യുമ്പോഴുള്ള സുന്നത്തുകൾ അത് വെറുതെ ആവില്ല എന്നുള്ള മനക്കരുത്തോടുകൂടി നമ്മൾ ഓരോരുത്തരും സുന്നത്തുകൾ ധാരാളം നിർവഹിക്കണം. സുന്നത്ത് നാം നിർവഹിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കും. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറയുകയാണ്, മസാല അബ്ദീ ബിന്നവാഫിലി ഖുർബൂ
حتى أكون له يدا والأرجلا. എന്റെ അടിമകൾ സുന്നത്ത് കൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. ഒരു ഖുദ്സിയായ ഹദീസിനെ വിശദീകരിച്ച് അദ്ദേഹം പാട്ടുരൂപത്തിൽ ബൈത്തുരൂപത്തിലൂടെ പറയുകയാണ്, എന്റെ അടിമ സുന്നത്തുകൾ നിർവഹിച്ചുകൊണ്ട് എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. എന്നിലേക്ക് ഇങ്ങനെ അടുത്തു കഴിഞ്ഞാൽ സുന്നത്തുകൾ മുത്തുനബിയെ അനുധാവനം ചെയ്ത് മുത്തുനബി കാണിച്ചു തന്ന എല്ലാ സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തുമ്പോൾ എന്റെ അടിമ എന്നിലേക്ക് കൂടുതലായി എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ എന്റെ അടിമ എന്നിലേക്ക് അടുത്ത് കണ്ടാൽ മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു, ഏതുവരെ എന്നറിയുമോ? അങ്ങനെ എന്നിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ ഹത്താ കൂന ലഹു യദൻ വൽ അർജുലാ, അതേ അവന്റെ കാഴ്ചയും അവന്റെ കേൾവിയും അവന്റെ നടത്തവുമെല്ലാം ഞാനാകുമെന്നാണ്. ഞാനായി മാറുമെന്ന് പറഞ്ഞാൽ അല്ലാഹു കാണുന്നത് പോലെ കാണാൻ നമുക്ക് കഴിയും. അതായത് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ നിങ്ങളുടെ കൽബകമെന്നോ പറഞ്ഞു മുഹയ്യിദ്ദീൻ ശൈഖ് വെറുതെ അല്ല പറഞ്ഞത്. മുഹയ്യിദ്ദീൻ ശൈഖിനെ പോലുള്ള ഔലിയാക്കൾ ഉന്നതങ്ങളിലെത്തിയത് അവർ സുന്നത്തുകൾ അധികരിപ്പിച്ചുകൊണ്ടാണ്. സുന്നത്തുകൾ അധികരിപ്പിക്കാനുള്ളത് പ്രത്യേകമായ മൈൻഡ് വേണം മനുഷ്യർക്ക്. ഫർള് നിർബന്ധമായിട്ട് നമ്മൾ അല്ലാഹുവിന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് നിർവഹിക്കുമ്പോ സുന്നത്ത് അങ്ങനെയല്ല, ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്യാൻ സ്വന്തമായിട്ട് അവനക്കൊരു മനസ്സ് വരണം. അങ്ങനെ സുന്നത്തുകൾ ധാരാളം എടുക്കുമ്പോൾ അതേ അവൻ ഉന്നതങ്ങളിലെത്തുകയാണ്, അവന്റെ പാപങ്ങൾ പൊറുക്കുകയാണ്, അല്ലാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കുകയാണ്, അവന്റെ പദവികൾ ഉയർത്തപ്പെടുകയാണ്. ഒരുപാട് ഹദീസുകൾ ഇത് സംബന്ധമായുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് പറഞ്ഞു, സൗബാൻ നീ സുജൂദ് അധികരിപ്പിക്കുക, സുജൂദ് നീ അധികരിപ്പിക്കണം സൗബാൻ. നീ സുജൂദ് അധികരിപ്പിക്കുമ്പോഴൊക്കെയും അല്ലാഹുവിനെ സുജൂദ് ചെയ്യുന്നവർ വലിയ ഇഷ്ടമാണ്. അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ നിന്റെ പദവികൾ അല്ലാഹു ഉയർത്തപ്പെടുകയാണ്, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാണ്. അതുകൊണ്ട് സൗബാൻ നീ സുജൂദ് അധികരിപ്പിക്കണേ സൗബാൻ. കണ്ടില്ലേ, സ്വർഗം പോലും അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്തതായിരിക്കാം. അതേ സ്വർഗം മുത്തുനബിയോട് ചോദിക്കുന്നു. നമുക്കറിയാം, കേരളത്തിൽ വഹാബിസത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ ചർച്ചയായ ഒരു ഹദീസാണ് ഞാൻ പറയുന്നത്. റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി എന്ന് പറയുന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യുകയാണ്. പാതിരാത്രിയുടെ കൂരിരുട്ടിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിൽക്കുമ്പോൾ ആ മുത്തുനബിക്ക് വെള്ളം വെച്ചു കൊടുക്കുകയാണ്. ഏത് തണുപ്പുള്ള സമയത്തും ചൂടുവെള്ളം വെച്ചു കൊടുക്കുന്നു, ചൂടുള്ള സമയത്ത് തണുപ്പ് വെള്ളം വെച്ചു കൊടുക്കുന്നു. ഇങ്ങനെ നബി തങ്ങൾക്ക് ഒന്നുകൊടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരിക്കുന്ന സഹാബി വൈദ്യനാണ് ബഹുമാനപ്പെട്ട സൗബാ മഹാനായ റബീഅ റളിയല്ലാഹു. ആ റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു ദിവസം വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലയോ റബീഅ, നിനക്ക് എന്ത് വേണമെങ്കിലും നീ എന്നോട് ചോദിക്കുക. ബുദ്ധിയുള്ള സഹാബിയാണ് റബീഅത്ത് ഇബ്നു അസ്ലമി റളിയല്ലാഹു അൻഹു. നബിയോട് ചോദിച്ചു. അതേ ഇവിടെ വലിയ മാളികളോ ബംഗ്ലാവുകളോ അല്ലെങ്കിൽ വാഹനങ്ങളോ സൗകര്യങ്ങളോ എന്നല്ല ചോദിച്ചത്, ദുനിയാവിലെ ഒന്നും ചോദിച്ചില്ല. മാത്രമല്ല ആഖിറത്തിലെ സ്വർഗമല്ല ചോദിച്ചത്. സ്വർഗത്തിൽ നബിയെ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, തങ്ങളോടുള്ള സാമീപ്യമാണ് എനിക്ക് വേണ്ടത്. തങ്ങളോടടുത്തിരിക്കണം, തങ്ങളെ കണ്ടിരിക്കണം, തങ്ങളെ ചാരത്തു നിൽക്കണം. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അൽ അസ്ലമി എന്ന് പറയുന്ന സഹാബി മുത്തുനബിയോട് സ്വർഗം ചോദിച്ചു. മുത്തുനബിയാണോ സ്വർഗം
എന്നത്. അതേ വലിയ ചർച്ച വഹാബികൾക്കിടയിൽ നടന്നതാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കൊടുക്കാമെന്നേൽക്കുന്നത് അതേ റബീഅത് നൽകണം, അള്ളാഹു നൽകുമെന്ന് പറഞ്ഞിട്ട് പറയുന്നത് അതേ സുജൂദ് ദീരിപ്പിക്കണേ റബിയ, സുജൂദ് ദീരിപ്പിച്ചെന്നെ നീ സഹായിക്കണേ റബിയ, നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കണേ റബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നബിയോട് സ്വർഗം ചോദിച്ചത് എന്നെ നബിയോടുള്ള ഇസ്തിആസയാണ്. നബി തങ്ങൾ പറഞ്ഞു, നിസ്കാരമൊക്കെ നിർവഹിച്ച് നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകണം റബിയ. കണ്ടില്ലേ, അപ്പോ സ്വർഗത്തിൽ സ്ഥാനം ലഭിക്കാനും നിസ്കാരം വേണം. ആ സുന്നത്ത് നിസ്കാരത്തിന് വലിയ പവറാണ്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിസ്കരിച്ച് നീര് വന്ന് കാലിൽ നീര് വന്നപ്പോഴും നിസ്കാരം തുടർന്നെങ്കിൽ സാധുക്കളായ നമ്മളുടെ നിസ്കാരം എന്താണ്? ഫർള് പോലും കൃത്യമായി നിസ്കരിക്കുന്നവരുണ്ടോ? അത് എത്ര നിസ്കാരങ്ങളാണ് ഖളാ ഉള്ളവർ അത് വീട്ടുന്നവരുണ്ടോ? ഇരിക്കട്ടെ, ഞാൻ ഈ പറയുന്ന നിസ്കാരം മുറ പോലെ നിർവഹിച്ച് കൃത്യമായി 5 വക്ത് നമസ്കാരം നിർവഹിച്ച് അതേ ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്തുന്ന, വെള്ളം കുടിക്കാൻ സമയം കണ്ടെത്തുന്ന, എൻജോയ്മെന്റിനെ സമയം കണ്ടെത്തുന്ന, കളിക്കാനും പഠിക്കാനും തോന്നിവാസങ്ങൾ ചെയ്യാനും സമയം കണ്ടെത്തുന്നവർക്ക് നിസ്കരിക്കാൻ എന്താണ് മടി? നിസ്കാരം നിലനിർത്തണേ. ആ നിസ്കാരം നിലനിർത്തൽ നിന്റെ ബാധ്യതയാണ്, നിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ നിസ്കാരത്തിന് പുറമേയുള്ള സുന്നത്ത് നീ നിസ്കരിക്കുമ്പോ എത്ര നിസ്കാരമാണ് ഒരു ദിവസം സുന്നത്തായിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്? ആ നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചാൽ നിനക്ക് പദവി കൂടുകയില്ലേ? ഒന്ന് ചിന്തിച്ചാൽ മതി. ഔലിയാക്കളെ കളിയാക്കുന്നവരുണ്ട്, ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്നവരുണ്ട്, വലിയ മഹത്തുക്കളായ ആളുകളെ ഗോബേക്ക് പറയുന്നവരുണ്ട്. ചിന്തിക്കണേ, അവരുടെ ഇബാദത്തിന്റെ ഒരു അയൽവക്കത്ത് നിനക്ക് എത്താൻ സാധിക്കുമോ? അവരുടെ സുന്നത്ത് നിസ്കാരങ്ങൾ എത്രയാണ്? മഹാനായ അബ്ദുറഹ്മാൻ സയ്യിദ് താജുൽ ഉലമ തങ്ങളെ അറിയില്ലേ? റവാത്തിബ് സുന്നത്ത് നിസ്കാരമടക്കം, സുന്നത്ത് നിസ്കാരമടക്കം, തഹജ്ജുദും അതുപോലെ തന്നെ കേരളക്കരയിൽ ഇങ്ങനെ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടില്ലേ? അവ്വാബീൻ എന്ന് പറയുന്ന പ്രത്യേകമായ സുന്നത്ത് നിസ്കാരം പോലും എല്ലാ ദിവസവും 20 റക്അത്ത് മഗ്‌രിബിശാഇന്റെ ഇടയിൽ നിസ്കരിക്കുന്ന മഹത്തുക്കൾ ഇന്നും സമസ്തയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന അലിമീങ്ങൾ നിർവഹിക്കുമ്പോൾ അവരാൽ പിന്നിലാണ് നമ്മൾ അണിനിരക്കേണ്ടത്. കള്ളശൈഖന്മാരുടെയും തോന്നിവാസിങ്ങളുടെയും അതേ മ്യൂസിക് വെച്ച് പാട്ടുപാടി വൃത്തികേട് കാണിച്ച് തരീക്കത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ വ്യാജന്മാര് രംഗത്ത് വരുമ്പോ എൻജോയ്മെന്റിന് നിന്റെ ജീവിതം നീ തൊലച്ച് കളയണ്ട. മറിച്ച് ഇബാദത്തുള്ള, ഇൽമുള്ള, കെൽപ്പുള്ള, ദീൻ പറയാൻ കാര്യശേഷിയുള്ള ഉലമാക്കളുടെ പിന്നിൽ നിന്നിട്ട് നമ്മൾ ഈ സുന്നത്ത് നിസ്കാരങ്ങൾ പഠിക്കുമ്പോ ആ രൂപത്തിലുള്ള നിസ്കാരക്കാരാണ് ഉന്നതങ്ങളിലെത്തുക. ദീന് കളിയില്ല, തമാശയില്ല. ദീന് വെച്ച് കളിക്കുന്നവരുണ്ട്, തമാശ പറയുന്നവരുണ്ട്. അതേ തലക്കെട്ടുകാരായാലും തലപ്പാവുകാരികളായാലും ദീനായിട്ട് പറയാതിരിക്കുമ്പോ അവരെ പിന്നിലൂടെ കൂടാൻ പാടില്ല. എന്ത് ഹലാലായ എന്ത് ഹറാമായതും ഹലാലാക്കിയിട്ട് ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകളില്ലേ, അവരെ പിന്നിലൂടെ പോകരുത്. ഞാൻ പറഞ്ഞു വരുന്നത് സുന്നത്ത് നിസ്കാരങ്ങളാണ്. ഞാൻ ഷോർട്ടാക്കി പറയാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ കുറേ സുന്നത്ത് നിസ്കാരമുണ്ട്. സുന്നത്ത് നിസ്കാരം 2 രൂപത്തിലുണ്ട്. മുഅക്കദുണ്ട്, മുഖയ്യദുണ്ട്, മുത്തലക്കുണ്ട്. അങ്ങനെ മുത്തലക്കായത്, അതായത് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. അതിനെയാണ് മുഖയ്യദായ നിസ്കാരം എന്ന് പറയാം. എന്ന് വെച്ചാൽ ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം. മുത്തലക്കായ സുന്നത്ത് നിസ്കാരമുണ്ട്. ജമാഅത്ത് സുന്നത്തില്ലാത്ത വെറുതെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ, ജമാഅത്തായിട്ടല്ലാതെ കൂട്ടമായിട്ടല്ലാതെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ. വലിയ പെരുന്നാൾ നിസ്കാരം ജമാഅത്ത് സുന്നത്താണ്. ചെറിയ പെരുന്നാൾ നിസ്കാരം ജമാഅത്ത് സുന്നത്താണ്. തറാവീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്താണ്.
അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം, മഴ തേടിയുള്ള നിസ്കാരങ്ങളൊക്കെ ഉണ്ട്. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരങ്ങൾ അങ്ങനെയുണ്ട്. ഇരിക്കട്ടെ, ജമാഅത്ത് സുന്നത്തില്ലാത്ത നിസ്കാരങ്ങളുണ്ട്. നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ട ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ, അതാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. എന്തായാലും ഈ നിസ്കാരങ്ങളെ പറയുമ്പോൾ അതുപോലെ വിത്തർ നിസ്കാരമുണ്ട്, റവാത്തിബ്, ഫർദിന് ശേഷവും മുമ്പ് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്ന് പറയും. അതുപോലെ തന്നെ തറാവീഹ് സുന്നത്ത് നിസ്കാരം പറഞ്ഞല്ലോ, ളുഹാ നിസ്കാരമുണ്ട്. അതുപോലെ തന്നെ വുളൂഇന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരമുണ്ട്. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കാരമുണ്ട്. അതുപോലെ അവ്വാബീൻ എന്ന് പറയുന്ന നിസ്കാരമുണ്ട്. ഈ നിസ്കാരങ്ങളൊക്കെ കുറിച്ച് നമുക്ക് ചെറിയ രൂപത്തിൽ പഠിക്കാൻ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കാം. ഒന്നാമതായി നമുക്ക് റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെ കുറിച്ച് പഠിക്കാം. റവാത്തിബ് സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ റവാത്തിബ് ഇങ്ങനെ തുടർന്നു വരുന്ന നിസ്കാരങ്ങൾക്കാണ് റവാത്തിബ്. അപ്പൊ റവാത്തിബ് സുന്നത്ത് നിസ്കാരമൊന്നും നെയ്യത്ത് വെക്കേണ്ടതില്ല. ഒരാൾ സുബഹിക്ക് റവാത്തിബ് സുന്നത്ത് നിസ്കാരം ടോട്ടൽ നമ്മൾ പറഞ്ഞാൽ, അതായത് മുഴുവനായിട്ടും 22 റക്അത്തുകളാണ്. ശ്രദ്ധിക്കുക, 22 റക്അത്തുകളാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം. അത് സുബഹി നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത്, അതുപോലെ ളുഹറിന് മുമ്പ് 4, ശേഷം 4, അപ്പൊ 10 റക്അത്തായി. ഇനി അസറിന് മുമ്പ് 4, 14ആയി. മഗ്രിബിന് മുമ്പ് 2, 16ആയി. ശേഷം 2, എത്രയായി? 18ആയി. ഇശായിന് മുമ്പ് 2, 20ആയി. ഇശായിന് ശേഷം 2, 22ആയി. ഇങ്ങനെ 22 റക്അത്ത് ഒരു 10 ദിവസം നിസ്കരിക്കുമ്പോൾ 220 റക്അത്തുകളാവുകയാണ്. നമുക്ക് സമയമില്ലാണ്ടാണോ? നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടല്ലേ? അതുപോലെ തന്നെ 20 ദിവസമാകുമ്പോൾ 440 റക്അത്ത്, 30 ദിവസമാകുമ്പോൾ 660 റക്അത്ത് നിസ്കരിക്കുകയാണ്. ബുദ്ധിയുള്ള മനുഷ്യന്മാർ അങ്ങനെയാണ് ഔലിയാക്കൾ ചിന്തിക്കുന്നത്, മഹത്തുക്കൾ ചിന്തിക്കുന്നത്. ഒരുപാട് നിസ്കാരക്കാരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. കണ്ടില്ലേ, സ്വർഗം പോലും ലഭിക്കാൻ സുജൂദെന്ന് മുത്തുനബി പറയുമ്പോ, സൗഭാണ്ഡങ്ങളെ വിളിച്ച് സുജൂദ് ധീരിപ്പിക്കണേന്ന് പറയുമ്പോ നിസ്കാരത്തിന്റെ മഹത്വമാണ് രേഖപ്പെടുത്തുന്നത്. ആ നിസ്കാരം അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള ഇബാദത്താണല്ലോ. ആ നിസ്കാരം നമ്മൾ നിർവഹിക്കാൻ ശ്രമിക്കണം. അപ്പൊ 22 റക്അത്ത് റവാത്തിബ് സുന്നത്ത് നിസ്കാരമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഅക്കദായ ശക്തമായ സുന്നത്ത് നിസ്കാരം 10 റക്അത്താണ്. 10 റക്അത്ത്. ഈ 10 റക്അത്ത് നിസ്കാരമെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീ സമൂഹം നിസ്കരിക്കാൻ മടിയാണ്. പുരുഷന്മാർ പള്ളിയിൽ ഒരു ഓട്ടോമാറ്റിക്കായി നിസ്കരിക്കുന്ന സ്ത്രീകൾ ഈ നിസ്കാരങ്ങളൊക്കെ നിലനിർത്തണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നോക്കൂ മുഅ്മിനീങ്ങളെ, 10 റക്അത്ത് മുഅക്കദായ ശക്തമായ സുന്നത്താണ്. ഈ നിസ്കാരങ്ങൾക്ക് മഹത്വങ്ങൾ ഹദീസുകളിൽ കാണാം. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് മുഅക്കദായ സുന്നത്താണ്. റക്അത്തൈനി മിനൽ ഫജ്രി ഖൈറുൻ മിനദ് ദുനിയാ ഖൈറുൻ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. 2 റക്അത്ത് സുബഹിയുടെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ സല്ലി സുന്നത്ത സുബഹി റക്അത്തൈനി എന്ന് പറഞ്ഞ് നിസ്കരിച്ചാൽ മതി. അല്ലാഹു അക്ബർ പറഞ്ഞ് നിസ്കരിച്ചോ. ആ നിസ്കാരം നിനക്ക് ദുനിയാവിൽ അല്ലാഹു എന്തെല്ലാം നൽകുന്നുണ്ടോ അതിനേക്കാൾ വലിയ മഹത്വമാണെന്ന് ഹബീബ് റസൂലുള്ളാഹ്. ആ നിസ്കാരത്തിൽ കുല്യായികൾ കാഫറൂൻ ഒന്നാമത്തെ റക്അത്തിൽ ഓതണം. 2ാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതൽ പ്രത്യേകം സുന്നത്താണ്. എന്നാൽ പ്രയാസമുള്ളവർ, പ്രതിസന്ധികളുള്ളവർ, വേദനയുള്ളവർ അവർ അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന ഒരു സൂറത്ത് ആദ്യത്തെ റക്അത്തിൽ ഓതാം. 2ാമത്തെ റക്അത്തിൽ അലം തറ കൈഫ എന്ന് ഓതാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലം എന്ന് തുടങ്ങുന്ന 2 റക്അത്ത് നിങ്ങൾ 2 സൂറത്ത് വെച്ചിട്ട് സുബഹിയുടെ സുന്നത്ത് നിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ എല്ലാ വേദനകളും മാറും. ഏത് വേദന ഉദ്ദേശിച്ച് നിസ്കരിച്ചാലും നിങ്ങളെ വേദനകൾ മാറാൻ സുബഹിയുടെ 2 റക്അത്ത് സല്ലി സുന്നത്ത് സുബഹി എന്ന് പറഞ്ഞിട്ട് സുബഹിയുടെ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അലം നശ്റഹ് 1ാമത്തെ റക്അത്തിൽ ഓതാ. അപ്പൊ സുന്നത്തുള്ള സൂറത്ത് കിട്ടാൻ കുല്യാ കാഫിറൂൻ ഓതാ. 2ാമത്തെ റക്അത്ത്
റക്അത്തിൽ അലം തറയും ഓതാ, ഖുൽ ഹുവല്ലാഹു ഓതാ. ഇങ്ങനെ എല്ലാ സുന്നത്തുകളും എടുത്തുകൊണ്ട് നിസ്കരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. 10 റക്അത്താണ് ഞാൻ ആദ്യം പറയുന്നത്. ളുഹറിന് മുമ്പ് 4 റക്അത്തുണ്ട്, ശേഷം 4 റക്അത്തുണ്ട്. ഈ ളുഹറിന് മുമ്പ് ഒരാൾ 4 റക്അത്ത് നിസ്കരിച്ചു, ശേഷം 4 റക്അത്ത് നിസ്കരിച്ചാൽ മുത്തുനബി പറയുകയാണ്, ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവന് നരകത്തിൽ പോകൂല കേട്ടോ. നരകം അവന് ഹറാമാണ്. എത്ര സമയം വേണം നമുക്ക് നിസ്കരിക്കാൻ? ളുഹർ ബാങ്ക് കൊടുത്ത അസ്ർ വരെ ളുഹർ സുന്നത്ത് നിസ്കാരമുണ്ട്. ഒരാൾ പള്ളിയിലേക്ക് ഓടി വരുന്നു, ളുഹർ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം ളുഹർ നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം ളുഹറിന് ശേഷം ആ 4 റക്അത്ത് ളുഹറിന് മുമ്പുള്ള 4 എന്ന് പറഞ്ഞ നെയ്യത്ത് വെച്ച് നിസ്കരിച്ചാൽ മതി. അത് ഖളാ ആകൂല. ഖളാ ആകുന്നത് അസറിന്റെ സമയം വരെ ളുഹർ നിസ്കാരത്തിന് ടൈമുണ്ട്. അത് ളുഹർ നിസ്കരിച്ചു പോയി എന്നതിന്റെ പേരിൽ ളുഹറിന്റെ മുമ്പുള്ള നിസ്കാരം കിട്ടാതിരിക്കൂല കേട്ടോ. ഇതറിവ് വേണം, ഇൽമു വേണം, പഠിച്ചു വെക്കണം. ളുഹറിന് ശേഷം അപ്പൊ 8 റക്അത്ത് നിസ്കരിക്കാം, ശേഷം എന്ന് നെയ്യത്ത് വെക്കണം, മുമ്പ് എന്ന് നെയ്യത്ത് വെക്കണം. അത് നിബന്ധനയാണ്. കാരണം ളുഹറിന് മുമ്പും ശേഷവും നിസ്കാരമുള്ളത് കൊണ്ട് അത് മുമ്പുള്ളതാണ് ശേഷമുള്ളതാണെന്ന് പറയണം. ഒരാൾ ളുഹറിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കുമ്പോ ഉസല്ലി സുന്നത്തുൽ ളുഹരി അൽ ഖബലിയ്യത്താന്ന് പറയണം. ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കുന്നു പറയണം. ശേഷം 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിലോ ഉസല്ലി സുന്നത്തുൽ ളുഹരി അൽ ബഅദിയ്യത്താന്ന് പറയണം. ശേഷമുള്ള 2 റക്അത്ത് എന്ന് പറയണം. ഇത് നിബന്ധനയാണ്. കാരണം മുമ്പും ശേഷമുള്ളത് കൊണ്ടാണ്. ഇത് 4 വെച്ച് നിസ്കരിച്ച വലിയ മഹത്വമാണ്. ഇനി ഒരാൾ 2 റക്അത്ത് നിസ്കരിച്ചു, മുമ്പ് നിസ്കരിച്ചു, ശേഷം നിസ്കരിച്ചാൽ അത് മുഅക്കദായ സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ അസറിന് മുമ്പ് മുഅക്കദായ സുന്നത്തില്ല. എന്നിരുന്നാലും അസറിന് മുമ്പുള്ള 4 റക്അത്ത് സുന്നത്തുണ്ട്, അത് നിസ്കരിക്കണം. ശക്തമായ സുന്നത്തൊന്നുമില്ല, എന്നാലും നിസ്കരിക്കണം. അപ്പൊ അസറിന്റെ സുന്നത്ത് നെയ്യത്ത് വെച്ചാൽ മതി. കാരണം ശേഷമില്ലല്ലോ, ശേഷവും മുമ്പുള്ളതാണ് അങ്ങനെ നെയ്യത്ത് വെക്കേണ്ടത്. അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ പേര് വെച്ചു സല്ലി സുന്നത്തുൽ അസ്രി എന്ന് പറഞ്ഞിട്ട് നെയ്യത്ത് വെച്ചാൽ മതി. മഗ്‌രിബിന് മുമ്പ് മുഅക്കദില്ല, ശേഷം മാത്രമുള്ളൂ. അപ്പൊ സുബഹിക്ക് മുമ്പ് 2, ളുഹറിന്റെ മുമ്പ് 2, ളുഹറിന് ശേഷം 2, 6 റക്അത്തായി. മഗ്‌രിബിന് ശേഷം 2, ഇശാഇന് ശേഷം 2. ഇങ്ങനെ 10 റക്അത്ത് എങ്കിലും ജീവിതത്തിൽ പകർത്തുന്ന ഹദീസുകളിൽ 12 റക്അത്ത് പറഞ്ഞത് കാണാം. 12 റക്അത്ത് ഒരു ദിവസം സുന്നത്ത് നിങ്ങൾ നിസ്കരിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഇമാം മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് പണിത് കൊടുക്കുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇങ്ങനെയാണ് സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ്. ഇത് 10 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് പറ്റൂലേ? നമ്മൾ പിന്നെന്തിനാ നിസ്കരിക്കണം? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഫർളിലെ നിസ്കാരങ്ങൾക്ക് പരിഹാരമാണ്. ഇനി ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ. ആ ഒരു നിസ്കാരമാണ് വുളൂഇന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം. വുളൂ എടുത്തു കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരം പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്കും സുന്നത്താണ്. വലിയ മഹത്വമാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു കാണുകയാണ്. അല്ലയോ ബിലാൽ, സ്വർഗീയ ലോകത്ത് തങ്ങളുടെ ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം, തങ്ങളുടെ ശബ്ദം, ഞാൻ നടക്കുന്ന ശബ്ദം കേട്ടല്ലോ സ്വർഗീയ ലോകത്ത്. എന്ത് അമലാണ് ബിലാലെ സ്വർഗത്തിൽ പോകാൻ ചെയ്തതെന്ന് മുത്തുനബി ചോദിക്കുമ്പോൾ ബിലാല് പറഞ്ഞു, എനിക്കധികം ഇബാദത്തുകളൊന്നുമില്ല. ഏത് സമയത്ത് ഞാൻ വുളു എടുക്കാറുണ്ട്, വുളു ദായിമാക്കുന്ന ആളാണ്. വുളുവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിർവഹിക്കാറുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, പള്ളിയിലേക്ക് പോകുമ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് വുളു എടുത്തിട്ടായിരിക്കും പള്ളിയിലേക്ക് കയറാ. അപ്പൊ ആ നെയ്യത്തൊന്ന് വെച്ചാൽ മതി. വുളുവിന്റെ സുന്നത്തെന്ന് പറഞ്ഞ് നെയ്യത്ത് വെക്കാം, തഹിയ്യത്ത് നിസ്കാരത്തിന്റെ നെയ്യത്ത് വെക്കാം. അതേ
അതൊക്കെ നെയ്യത്ത് വെച്ചു. ളുഹറിന് മുമ്പാണെങ്കിൽ അത് നെയ്യത്ത് വെച്ച് നിസ്കരിക്കാം. അസ്ല് സുന്നത്തെങ്കിലും നമുക്കത് ലഭിക്കുന്നതാണ്. ഒരു നെയ്യത്ത് കൊണ്ട് എല്ലാം കൂടി നമുക്ക് അസ്ല് സുന്നത്ത് നെയ്യിക്കും. അതേ സ്ഥാനത്ത് നിർവഹിക്കാൻ കഴിയുമെങ്കിൽ നിർവഹിച്ച് നമുക്ക് നിസ്കരിച്ചുകൂടെ? അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് വലിയ പുണ്യമുള്ള നിസ്കാരമാണ്. അതുപോലെ തന്നെ പള്ളിയിൽ കയറിയാലുള്ള നിസ്കാരമാണ് തഹിയ്യത്ത് നിസ്കാരം. ഉസല്ലി സുന്നത്ത് തഹിയ്യത്തി റക്അത്തൈനി എന്ന് പറഞ്ഞ് നിസ്കരിക്കാം. പള്ളിയിൽ കയറിയിട്ട് ഇരുന്നാൽ പിന്നെ അതിന്റെ സമയം പോയി, പിന്നെ നിസ്കരിക്കാൻ പറ്റില്ല. അങ്ങനെ ഇനി മഗ്‌രിബിന്റെ മുമ്പുള്ള സമയം നമുക്കറിയാം, നിസ്കരിക്കൽ കറാഹത്തും ഹറാമൊക്കെ പറഞ്ഞ സമയങ്ങളുണ്ട്. സുബഹിക്ക് ശേഷമുള്ള സമയം, ആ സമയത്താണ് പള്ളിയിൽ കയറുന്നതെങ്കിൽ അത് നിസ്കരിക്കണമെന്നില്ല. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് 4 പ്രാവശ്യം പറഞ്ഞിട്ട് ഇരുന്നാൽ തഹിയ്യത്ത് നിസ്കരിച്ചതുപോലെയാണെന്ന് ഫുഖഹാക്കൾ പറയുന്നത് കാണാം. അപ്പൊ അങ്ങനെ ചെയ്യാം. പിന്നൊരു നിസ്കാരമാണ് പ്രിയപ്പെട്ടവരെ, അവ്വാബീൻ എന്ന് പറയുന്ന നിസ്കാരം. അവ്വാബീൻ എന്ന് പറഞ്ഞാൽ അത് മഗ്‌രിബ് ഇശാഇന്റെ ഇടയിലുള്ള സുന്നത്ത് നിസ്കാരം. ഇത് നമുക്ക് ഏറ്റെട്ടാനുണ്ടാവില്ല. അവ്വാബീൻ പാപമോചനത്തിന്റെ നിസ്കാരമാണ്, നരകമോചനത്തിന്റെ നിസ്കാരം എന്നൊക്കെ പറയുന്ന നിസ്കാരമാണ്. ഇത് എക്സ്ട്രാ, ഇത് നമ്മളെ ബുദ്ധിയിൽ തന്നെ വരാത്ത അല്ലെങ്കിൽ നമ്മൾ കേൾക്കാത്തൊരു നിസ്കാരമാണ്. എന്നാൽ ഇത് മഹത്തുക്കളായ അലിമീങ്ങൾ സമസ്തയുടെയും എല്ലാത്ത ഉലമാക്കളും നമുക്ക് നേതൃത്വം നൽകുന്നവരടക്കം 20 റക്അത്ത് ഇപ്പോഴും നിസ്കരിക്കുന്ന അലിമീങ്ങൾ കേരളത്തിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഈ ഇശാഇന്റെ ഇടയിൽ 20 റക്അത്ത് നിസ്കരിക്കാൻ വലിയ പ്രയാസമല്ലേ? പക്ഷേ പ്രയാസത്തിനനുസരിച്ച് അല്ലാഹു പദവി അവർക്ക് ഉയർത്തുകയാണ്. ഈ നിസ്കാരം ഒരാൾ ചുരുങ്ങിയത് 2 മുതൽ 6 വരെയാണ്. 6 റക്അത്ത് നിസ്കരിച്ചാൽ അവന് 12 വർഷം ഇബാദത്ത് ചെയ്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു തആല നൽകുമെന്ന് ഹദീസിൽ കാണാം. മഹത്തുക്കൾ രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. മറ്റൊരു നിസ്കാരമാണ് ളുഹാ നിസ്കാരം. ളുഹാ നിസ്കാരം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് ഒരു കുന്തത്തിന്റെ അകലം സൂര്യൻ ഉയർന്നതിന് ശേഷമാണ്. ളുഹർ വരെ സമയമുണ്ട്, നമുക്ക് നിസ്കരിച്ചുകൂടെ? മടിയന്മാരാകരുത് നമ്മൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലികുല്ലി സുലമാ സദഖ. എല്ലാ 330-360 ജോയിന്റുകൾ ശരീരത്തിലുണ്ട്. അതിനെല്ലാം നമുക്ക് സദഖ ചെയ്യാൻ സാധിക്കുകയില്ല. അല്ലാഹു ചെയ്ത അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹത്തിന് നന്ദിയായിട്ട് 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചാൽ അത് മതി എന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അല്ലാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ 2 റക്അത്ത് ളുഹാ, സൂര്യനുദിച്ച് ജോലിക്കൊക്കെ പോകുന്ന 9 മണിക്ക് 8 മണിക്ക് നല്ല സമയമാണ്. ആ സമയത്ത് നിസ്കരിക്കാം. അത് നെയ്യത്ത് വെക്കാം. ഉസല്ലി സുന്നത്ത് ളുഹാ റക്അത്തൈനി എന്ന് പറഞ്ഞ് നിസ്കരിക്കാം. ചുരുങ്ങിയത് 2 നിസ്കരിക്കാം, 4 പതിവാക്കാം, അല്ലെങ്കിൽ 8 വരെ നിസ്കരിക്കാവുന്നതാണ്. അള്ളാഹു ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകട്ടെ. അതിന് ശേഷമുള്ളൊരു ദുആ ഉണ്ട്, ഏടുകളിൽ നോക്കിയത് പഠിച്ച് നല്ല ദുആ ഒക്കെ ചെയ്യുന്ന അള്ളാഹു ഭാഗ്യം നൽകട്ടെ. മറ്റൊരു നിസ്കാരമാണ് വിത്ർ. ഇന്നല്ലാഹ യുഹിബ്ബുൽ വിത്ര. നിങ്ങൾ അള്ളാഹു ഒറ്റയെ ഇഷ്ടപ്പെടുകയാണ്. അള്ളാഹു വിത്തറാണ്, ഒറ്റക്കുള്ളവനാണ്, ഒറ്റയാണ്. അള്ളാഹു ഒറ്റയെ ഇഷ്ടപ്പെടുന്നവനാണ് എന്ന് പറഞ്ഞാൽ ഹഖ്ഖുൻ അലാ കുല്ലി മുസ്ലിമിൻ വൽ മുസ്ലിമാത്ത്. എല്ലാ മുസ്ലിമീൻ പുരുഷന്മാർക്കും സ്ത്രീകളുടെ മേൽ ഹക്കായതാണ് വിത്ർ നിസ്കാരം എന്ന് ഹദീസിൽ കാണാം. അതുകൊണ്ട് വിത്ർ ഒഴിവാക്കാൻ പാടില്ല. 1 റക്അത്ത് നിസ്കരിക്കുന്നവരുണ്ട്, കൂടിയാൽ 11 റക്അത്ത്. ചുരുങ്ങിയത് 1 റക്അത്താണ്. പക്ഷെ 1 റക്അത്ത് നിത്യമാക്കൽ കറാഹത്താണ്. ചുരുങ്ങിയത് 3 റക്അത്തെങ്കിലും നിസ്കരിക്കാൻ. അതിൽ പ്രത്യേകം സൂറത്തുകളുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാൻ ഉണർത്തുന്നില്ല. ഇൻഷാ അല്ലാഹ് അത് 11 റക്അത്ത് നിസ്കരിക്കുന്ന ആലിമീങ്ങളാണ് നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ഉസ്താദുമാരായ നമ്മുടെ ഒരുപാട് ആലിമീങ്ങൾ ഈ കേരളത്തിലുള്ളത്. അവരെ നിർവഹിക്കുമ്പോൾ സാധുക്കളായ നമ്മളൊരു 3 നിസ്കരിക്കാൻ ശ്രമിക്കണ്ടേ? റമളാനിൽ നമ്മൾ 1 പ്രാവശ്യമെങ്കിലും 11 നിസ്കരിക്കണ്ടേ? അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൻ്റെയൊക്കെ സമയം എന്ന് പറയുന്നത് ഇശാഇന് ശേഷമാണ്. സുബഹിക്ക് മുമ്പായിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് രാത്രി ഏറ്റവും അവസാനം വിത്തറായി നിസ്കരിക്കലാണ് നല്ലതെങ്കിലും ഇശാ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. സുന്നത്തുകളൊക്കെ വീടുകളിൽ വെച്ച് നമ്മൾ നിസ്കരിക്കണം. വീടുകളെ ഖബർസ്ഥാനങ്ങളാക്കാതെ, ശ്മശാനങ്ങളാക്കാതെ വീടുകൾക്കും ഒരു
ഓഹരി ബർക്കത്തും അതിന് പ്രതിഫലവും വീടുകളിൽ കിട്ടാൻ വേണ്ടി റവാത്തിബ് സുന്നത്തുകളൊക്കെ വീട്ടിൽ നിസ്കരിക്കാനാണ് നിർദ്ദേശമുള്ളത്. ഇനി സുന്നത്തുകൾ ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിസ്കരിക്കണം. അപ്പോൾ പള്ളിയിൽ വരുന്നവരൊക്കെ തഹജ്ജുദൊക്കെ വീട്ടിൽ നിസ്കരിച്ച് ദുആ ചെയ്ത് പോന്നാലൊക്കെ നല്ലതാണ്. വീട്ടുകാരെ വിളിക്കുക. അങ്ങനെയുള്ളതായ തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം എന്ന് പറയുന്നത് ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള നിസ്കാരമാണ്. ഒരാൾ 9 മണിക്ക് കിടന്ന് ഉറങ്ങി എണ്ണിച്ച ഉടനെ ഇശാ നിസ്കരിച്ചു, അപ്പോൾ പിന്നെ സുന്നത്ത് നിസ്കരിച്ചാലും തഹജ്ജുദ് നിസ്കരിക്കാം. ഇന്ന സമയങ്ങളിൽ ഇശായിന് ശേഷം എപ്പോഴാണെങ്കിലും ഉറങ്ങി എഴുന്നേറ്റാൽ തഹജ്ജുദ് നിസ്കാരമാണ്, രാത്രിയിലെ നിസ്കാരമാണ്. മഹത്തുക്കൾ ആയിരക്കണക്കിന് നൂറുകണക്കിന് റക്അത്തുകളൊക്കെ നിസ്കരിച്ചത് അതിന് എണ്ണമില്ല. ചുരുങ്ങിയത് 2 റക്അത്തും എത്ര വേണമെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നിർവഹിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ഒരുപാട് നിസ്കാരങ്ങളുണ്ട്. നാം നിസ്കാരങ്ങൾ ഉണർത്തുകയാണ്. തറാവീഹ് നമസ്കാരം. തറാവീഹ് നമസ്കാരത്തെ നമുക്കറിയാം, റമളാനിൽ നിസ്കരിക്കുന്ന 20 റക്അത്തുള്ള നിസ്കാരമാണ്. 8 ആണെന്നും 11 ആണെന്നും പറയുന്ന ആളുകളോടൊപ്പം നമുക്ക് കൂടരുത്. തറാവീഹ് നമസ്കാരത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് മൻഖാമ റമളാന ഈമാനും ഇഹ്തിസാബും ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കൂലി ആഗ്രഹിച്ച് തറാവീഹ് നിസ്കരിച്ചവർക്ക് നൽകുമെന്നാണ്. ഇത് റമളാനിൽ നമ്മൾ കേൾക്കുന്നതാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ നിസ്കാരം ഒരാൾ 10 റക്അത്ത് നിസ്കരിച്ചു, 20 റക്അത്താണെന്ന വിശ്വാസത്തിൽ 10 റക്അത്ത് നിസ്കരിച്ചാൽ കുറച്ച് വിശ്രമിക്കണം തോന്നി അല്ലെങ്കിൽ പ്രയാസം തോന്നിയാൽ ആ 20 റക്അത്ത് നിസ്കരിച്ചതിന്റെ പ്രതിഫലം കിട്ടും. അതേ സ്ഥാനത്ത് ഈ 10 ആണെന്നും 11 ആണെന്നും 8 ആണെന്നൊക്കെ വിചാരിച്ച് എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല, അവന്റെ നിസ്കാരത്തിന് യാതൊരു പ്രതിഫലമില്ല. നബിയും സഹാബത്തും പഠിപ്പിക്കാത്തതാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഒരുപാട് വീഡിയോസുകളൊക്കെ അതുമായി ബന്ധപ്പെട്ടൊക്കെ പറയും, അതൊക്കെ തെറ്റാണ്. സുന്നത്ത് ജമാഅത്ത് സുന്നികളുടെ വിശ്വാസം അനുസരിച്ച് 12 റക്അത്താണ് തറാവീഹ് നിസ്കാരം. ആ നിസ്കാരം അത്രയും തന്നെ നിസ്കരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തസ്ബീഹ് നിസ്കാരം. തസ്ബീഹ് നിസ്കാരം എന്ന് പറയുന്നത് നമുക്ക് വെള്ളിയാഴ്ചകളിൽ നിസ്കരിക്കാം, അതല്ലെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യം നിസ്കരിക്കാം, അതല്ലെങ്കിൽ 2 മാസത്തുമ്പോ, 5 മാസത്തുമ്പോ, 6 മാസത്തുമ്പോ, അല്ലെങ്കിൽ വർഷത്തിൽ. നമ്മൾ നിസ്കരിക്കാറ് നോമ്പിന് മാത്രം 27 ഉസ്താദ് പറഞ്ഞാൽ ഉസ്താദിന് വേണ്ടി ഒരു നിസ്കാരമുണ്ട്. ആ രീതിയെല്ലാം നിസ്കരിക്കേണ്ടത്. തസ്ബീഹ് നിസ്കാരം വലിയ മഹത്വമുള്ള നിസ്കാരമാണ്. 300 തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന 300 തസ്ബീഹ് ചൊല്ലിയിട്ടുള്ള നിസ്കാരവും ആ നിസ്കാരം നമ്മൾ നിർവഹിക്കണം. വലിയ പുണ്യമാണ്. നമ്മൾക്ക് പവർ കൂടാൻ, നമുക്ക് ആത്മീയമായിട്ടുള്ള ഉന്നതി ലഭിക്കാൻ, ഈമാന് മാറ്റുകൂട്ടാനൊക്കെ സുന്നത്ത് നിസ്കാരങ്ങൾ നമുക്ക് വേണം. സുന്നത്തുകളെ കൊണ്ടാണ് ഔലിയാക്കളുടെ മർത്തബയിലെത്തിയത്. നമ്മൾ കേരളത്തിൽ വിളിക്കുന്ന അല്ലെങ്കിൽ മറ്റു ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഔലിയാക്കളടുത്ത് പോകുമ്പോൾ, ഏറുവാടിയിലാണെങ്കിലും മുത്തുപ്പേട്ടയിലാണെങ്കിലും നാവൂരാണെങ്കിലും അജ്മീറിലാണൊക്കെ പോകുമ്പോൾ ഈ ഔലിയാക്കളൊക്കെ ഉന്നതങ്ങളിൽ എത്തിയത് അവർ വെറുതെ ഇൽമു മാത്രമല്ല, ഇബാദത്ത് കൊണ്ടും അവരുടെ നിസ്കാരങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ നന്മ മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ചവരായതുകൊണ്ടാണ്. ആ രീതിയിൽ അവരെത്തിയപ്പോൾ അവരെ ചീത്ത വിളിക്കാനും കളിയാക്കാനും നമുക്ക് നല്ല മനസ്സാണ്. അതേ സ്ഥാനത്ത് അവർ ഉന്നതങ്ങളിൽ എത്തിപ്പെട്ടതിന്റെ മൊയ്തീൻ ഷെയ്ഖിനെ കളിയാക്കുന്ന എത്ര പേരാ. മൊയ്തീൻ ഷെയ്ഖിന്റെ ത്യാഗങ്ങൾ, ഇബാദത്തിലും ഇൽമിലുമുള്ള ത്യാഗങ്ങൾ എത്രയാണ്. എത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, ഇൽമിന് എത്ര അവഗാഹം അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നാരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവരൊക്കെ സുന്നത്തുകൾ അധികരിപ്പിച്ച് മുത്തുനബിയിലേക്ക് അടുത്തടുത്ത് ആ മുത്തുനബിയിലൂടെ ഈമാനികമായ പ്രഭാവലയം തീർത്ത് ലോകത്തിന് മുഴുവനും അവർ പ്രഭാകേന്ദ്രമായി മാറിയ ആളുകളാണ് മഹത്തുക്കളായ ഔലിയാക്കൾ. ആ ഔലിയാക്കളുടെ മർത്തബയിലേക്ക് നമുക്ക് എത്താൻ പറ്റോ? എത്തും. എല്ലാ ജനങ്ങൾക്കും പറ്റും. അതിനെന്നെ മഹത്തുക്കൾ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ആ ചിന്തയിലും ആ സംസാരത്തിലും ആ ഇടപെടലുകളിലുമാകണം. അല്ലാഹു നന്മ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. അവരുടെ ചാരത്തെങ്കിലും എത്താൻ നമുക്ക് ഈ സുന്നത്തുകളൊക്കെ നിർവഹിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരു സുന്നത്ത് നിസ്കാരമാണ് മഴയെ തേടിയുള്ള സുന്നത്ത് നിസ്കാരം. അത് മഴയില്ലാത്ത സമയത്ത്, അത് സൂര്യഗ്രഹണം ഉള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ഇതൊക്കെ നമുക്കറിയുന്ന നിസ്കാരങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇങ്ങനെയാണ് സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നോട് 3 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, ഒന്ന്, നീ
എന്ത് ചെയ്യാൻ പാടില്ല? എല്ലാ മാസവും നീ 3 ദിവസം നോമ്പ് നോൽക്കണം. 3 ദിവസം നോമ്പ് നോൽക്കണം. അതുപോലെ തന്നെ ളുഹാ നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം. കണ്ടില്ലേ, നിസ്കാരത്തെക്കുറിച്ചുള്ള പ്രോത്സാഹനങ്ങളാണ്. എന്നാൽ ന്യൂനതകളിലെത്തും. അബീ ഹുറൈറ തങ്ങൾ മരണം വരെ അത് ജീവിതത്തിൽ പകർത്തി എന്നുള്ളതാണ്. ആ രീതിയിൽ സുന്നത്ത് നിസ്കാരം, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സുന്നത്ത് നിസ്കരിക്കണം. ആ സുന്നത്ത് അപ്പൊ ഫർള് ഖളാ ഉള്ളവരാണെങ്കിൽ സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണെന്ന് കേട്ടിട്ടുണ്ടാകാം. അതെന്ത് ചെയ്യണം? ആ സമയങ്ങളിലേക്ക് ഫർളുകൾ പരമാവധി ഖളാ വിട്ട, ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ ഒരു നിസ്കാരം ഖളാ വിട്ട, അങ്ങനെയൊക്കെ ആക്കി ആ സുന്നത്ത് നിസ്കാരങ്ങളുടെ ലദ്ദത്തിലേക്ക്, രസത്തിലേക്ക് എത്തിപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തർബിയ മീഡിയയിലൂടെ നമ്മൾ ഈ നൽകുന്ന അറിവുകളൊക്കെ ജീവിതത്തിൽ പകർത്തി ഇൽമ് നേടി നല്ല ആളുകളായി മാറാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നല്ല രൂപത്തിൽ ഉപയോഗിച്ച് വേറെ ചിന്തകളൊന്നുമില്ലാതെ ഇൽമും ദഅവത്തും മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു ശിഫ നൽകട്ടെ. മുത്തുനബിയോടുള്ള മഹബ്ബത്ത് അല്ലാഹു നൽകട്ടെ. പുണ്യമായ റബീഉൽ അവ്വൽ വരുന്നത് സ്വലാത്തുകൾ ചൊല്ലി മുത്തുനബിയിലേക്ക് അടുക്കാൻ, അവിടുത്തെ സിയാറത്ത് ചെയ്യാനും അവിടത്തേക്ക് പോയി നമുക്ക് സലാത്തു സലാമുകൾ പറഞ്ഞ് ആത്മാനുഭൂതി നേടാനും തൗഫീഖ് നൽകുമാറാകട്ടെ. മഴക്കാലങ്ങളാണ്, മഴ രോഗങ്ങളെ തൊട്ട് അല്ലാഹു കാക്കട്ടെ. നമ്മുടെ വീട്ടിലുള്ള മക്കൾക്കും ഭാര്യമാർക്കും കുടുംബാംഗങ്ങൾക്കുള്ള പ്രയാസങ്ങളൊക്കെ അല്ലാഹു നീക്കം ചെയ്യട്ടെ. സന്തോഷവും റാഹത്തും സമാധാനം ജീവിതത്തിൽ ഉടനീളം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഒരുപാട് പ്രയാസപ്പെടുന്ന രോഗികൾ വീടുകളിലും ഹോസ്പിറ്റലുകളൊക്കെ കഴിയുന്നവരുണ്ട്. ഷിഫ നൽകട്ടെ. ഓക്സിജൻ ഉപയോഗിക്കുന്നവരുണ്ട്, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, കീമ ചെയ്യുന്നവരുണ്ട്. അല്ലാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തർബിയ മീഡിയയുടെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. എല്ലാവർക്കും അല്ലാഹു റഹമായ പ്രതിഫലം നൽകട്ടെ. നല്ല നല്ല ഇൽമോ ആലിമീങ്ങൾ സ്നേഹിച്ച്, സയ്യിദന്മാർ സ്നേഹിച്ച്, ബഹുമാനിച്ച്, ആദരിച്ച് ഇൽമായി മനസ്സിലാക്കി സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് കള്ളത്വരീക്കത്തിലേക്കോ കള്ളവ്യാജ ത്വരീക്കത്തിലേക്കോ അതുപോലെ തന്നെ ദീനിന്റെ മുഖത്ത് കരിവായത്തേക്കുന്ന വഹാബി, മൗദൂദി, തബ്ലീഗിലേക്കോ പോകാതെ ഈമാൻ അടിയുറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ. പരീക്ഷകളിലൊക്കെ വിജയം നൽകട്ടെ. സന്തോഷമുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന, ഭക്ഷണം നൽകുന്ന, വസ്ത്രം നൽകുന്ന, സംഭാവനകൾ സദഖാത്തുകൾ പലതും നൽകി നമ്മൾക്ക് കൈത്താങ്ങായ, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുത്ത ഒരുപാട് മഹത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ദുആയിൽ നമ്മളെ ഉൾപ്പെടുത്തണം. ഇൻഷാ അല്ലാഹ് തർബിയ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡുമായി നല്ലൊരു അറിവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.